ആഗോള അയ്യപ്പ സംഘവും ഈ ഗസ്റ്റ് ഹൗസ് നവീകരണവും തമ്മിൽ എന്താണ് ആഗോള അയ്യപ്പ സംഘത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കാര്യമാണ് ഇതൊക്കെ ബാലിശമായിട്ടുള്ള വാദം. 1,11,000 രൂപയുടെ കട്ടിലിൽ വാസവം കിടന്നിട്ട് മുഖ്യമന്ത്രി അടക്കമൊന്നും വിശ്വസിക്കാനുള്ള വലിയ മനസ്കതയൊന്നും ഞങ്ങൾക്കില്ല. അതിന് ക്യാപ്റ്റനാണോ കാരണഭൂതനാണോ അതോ മറ്റു വല്ലവർക്കും ആണോ 1,11,000 രൂപ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പണത്തിൽ നിന്ന് മുടക്കിയതെന്നാ ചോദ്യം. നടക്കാൻ പോകുന്നു മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. കക്കുക മുക്കുക എന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യവുമായിട്ടാണ് ഇപ്പോൾ ഈ CPM പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അയ്യപ്പന്റെ സ്വർണം കട്ടുമെന്ന് മാത്രമല്ല, ആ സ്വർണം കട്ടത് വെള്ളപൂശാൻ വേണ്ടി നടത്താൻ അയ്യപ്പ സംഗമത്തിലും കളവ് നടത്തി എന്ന് പറഞ്ഞാൽ ഈ ചതിയിൽ വഞ്ചന പാടില്ല എന്നൊക്കെ പഴമൊഴിക്കാർ പറയും. ഈ ചതിയിൽ വഞ്ചനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തുന്നതിന് കുമരകത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തുന്നതിന് കുമരകത്തെ 5 സ്റ്റാർ ഹോട്ടൽ എടുക്കുകയാണ്. അത് പിന്നെ ആ 5 സ്റ്റാർ ഹോട്ടലിന് വേണ്ടി ലക്ഷങ്ങൾ പൊടിക്കുകയാണ്. ഈ 5 സ്റ്റാർ ഹോട്ടൽ എടുത്തത് ആരാണ്? സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറാണ്. നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തിയപ്പോ പറഞ്ഞു ഓർക്കുന്നില്ലേ? സർക്കാരിന് ഒരു ബന്ധമില്ല. അത് തമാശ. ഇവരെ കുറെ നാട്ടിക്കട മുഴുവൻ പ്രചാരണ പരിപാടി നടത്തി. എന്താണ്? ഒരു സൈഡിൽ വലിയ പിണറായി വിജയൻ, മറു സൈഡിൽ വലിയ VN വാസവൻ, മൂലക്ക അയ്യപ്പൻ. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കും. ഇതായിരുന്നു അയ്യപ്പ സംഗമത്തിന്റെ പ്രചരണ പോസ്റ്റർ. നമ്മൾ ഓർക്കുന്നില്ലേ? അതിനകത്ത് തന്നെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കണക്ക് തന്നിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു കട്ടിലിനും ബെഡിനും കൂടി 1.25 ലക്ഷം രൂപ. ഇതാരാ ഇത്? അതിൽ കിടന്നത് ആരാ? ആ സപ്രപഞ്ച കെട്ടിലിൽ കിടന്നത് ആരാണെന്നറിയാൻ കേരളത്തിന് വലിയ ആഗ്രഹമുണ്ട്. ഇവിടെ ഒരു നിയമവിരുദ്ധതയും ഗവൺമെന്റ് കാണിച്ചിട്ടില്ല, ദേവസ്വം ബോർഡ് കാണിച്ചിട്ടില്ല. അത് നിങ്ങൾ പ്രൂവ് ചെയ്യ്. വലതുപക്ഷത്തിന് ചോദ്യം ചോദിക്കാം, പ്രതിപക്ഷത്തിന് ചോദ്യം ചോദിക്കാം. ഏതെങ്കിലും ഒരു നിയമവിരുദ്ധത നിങ്ങൾക്ക് കാണിക്ക്. അത് അല്ല, ഗവൺമെന്റ് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അല്ലാതെ ഈ പരിപാടിയുടെ വിവരിക്കാൻ ഞാൻ തയ്യാറില്ല. ആരുടെ താല്പര്യമാണ് നിയമവിരുദ്ധത കാണിക്ക്. നിയമം അനുകൂലിക്കുന്ന എന്തെങ്കിലും കാണിക്കാൻ കഴിയുമോ? കിട്ടിയാ ഇല്ല, ചോദിച്ചു വായിച്ചു. ഏതെങ്കിലും നിയമവിരുദ്ധത താങ്കൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ അതിന് മറുപടി പറയാം. ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണറാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന എന്തിനാണ്? കോടതിക്ക് മുന്നിൽ നിയമവിരുദ്ധത ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്, ടെൻഡർ അടക്കമുള്ള. അപ്പൊ ഇവർക്കൊന്നും നിയമപരമായ യാതൊരു ബോധ്യവും ഇല്ലാഞ്ഞിട്ടാണോ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഹൈക്കോടതി നേരിട്ട് നിയമിക്കുന്നത്? അദ്ദേഹം പറയാണ് ടെൻഡർ ഇല്ലാതെയാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഫിനാൻഷ്യൽ ധൂർത്ത് എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. ശരി, നമുക്കിതിന് നിയമപരിജ്ഞാനം കുറവാണെന്നേ സ്പെഷ്യൽ കമ്മീഷണർക്കില്ലേ? ഒരിക്കലുമില്ല. ആ എസ്റ്റിമേറ്റ് അവിടെ നിൽക്കട്ടെ. ടെൻഡറിന്റെ കാര്യമാണ് സ്പെഷ്യൽ കമ്മീഷണർ ചൂണ്ടിക്കാണിച്ചത്. എല്ലാ കാര്യങ്ങളിലും വിവരമില്ല എന്നുള്ളത് ഒരു വലിയ പ്രിവിലേജാണല്ലോ. ഇതൊരു വീഴ്ചയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അത് വീഴ്ചയാണെന്ന ബോധ്യം സ്പെഷ്യൽ കമ്മീഷണർക്ക് ഉണ്ടാകണ്ടേ? അദ്ദേഹം ഹൈക്കോടതി നിയമിച്ച ഒരു ഉദ്യോഗസ്ഥനല്ലേ? വിവരമില്ലാഞ്ഞിട്ടാണോ അങ്ങനെ പറഞ്ഞു വെക്കുന്നത്? ഇവൻ എന്നെ കൊണ്ട് പോകുന്ന തോന്നുന്നു. അല്ല, വിവരമില്ലായ്മ പ്രിവിലേജ് ആയിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ അങ്ങനെ കാണിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ആരും അങ്ങനെ കാണിക്കാറില്ല. വിവരത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സ്പെഷ്യൽ കമ്മീഷണർക്ക് നിയമപരമായ പരിജ്ഞാനമുണ്ടല്ലോ. ടെൻഡർ വിളിക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ടല്ലേ അത് വീഴ്ചയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ സൂചിപ്പിക്കുന്നു, ഏതെങ്കിലും നിയമവിരുദ്ധത ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഇപ്പൊ മാധ്യമങ്ങൾ 2 ദിവസമായി, അതുപോലെ കോൺഗ്രസ് പ്രൊഫൈൽ 2 ദിവസമായിട്ട് പ്രചരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി ഒരു കട്ടിലിൽ കിടക്കുന്ന ചിത്രമൊക്കെ കാണിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നു. 1,11,000 രൂപയുടെ കട്ടിലും കിടക്കിയും ഏതെങ്കിലും ഒരു വരി, ഒരു വാക്ക് ദേവസ്വം കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിലോ ഓഡിറ്റർ കൊടുത്ത റിപ്പോർട്ടിലോ മുഖ്യമന്ത്രിക്ക് വേണ്ടി കട്ടിലോ കിടക്കയോ വാങ്ങിച്ചു എന്ന് ഒരു വരി ഈ കോൺഗ്രസ് പ്രതിനിധിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അഡ്വക്കേറ്റ് അഭിനവർക്ക് ഇതിൽ ആരാണ് എന്ന് ചോദിച്ചുള്ളൂ, മുഖ്യമന്ത്രിയാണോ എന്ന് ചോദിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യാം. മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ട് അദ്ദേഹം സ്വർണ്ണക്കട്ടിലിൽ കിടന്നുറങ്ങുന്നതിന്റെ ജനറേറ്റഡ് ഇമേജസ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഉറക്കത്തിന് 1 ലക്ഷം രൂപ എന്നുള്ള പ്രചാരണം നടത്തുക എന്ന് പറയുന്നത് എത്ര ദുഷ്ടലാക്കോട് കൂടിയുള്ളതാണ്? ഇങ്ങനെയാണോ രാഷ്ട്രീയം പറയുക? ബെഡ്, ഫാമിലി കോട്ട് മാട്രസ്, പില്ലോ വിത്ത് കവർ, ഫുൾ സെറ്റ്, ക്വാണ്ടിറ്റി 1, റേറ്റ് 1 ലക്ഷം, GST അടക്കം 1,11,365. ഇനി അരുൺകുമാർ പറഞ്ഞാൽ മതി. അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നടന്ന പരിപാടിയാണ്. ഈ ഒരു ദിവസത്തെ പരിപാടി ഏത് മഹാനായ മഹത് വ്യക്തിക്ക് തലചായ്ക്കാനാണ് ഈ 1,11,000 രൂപ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് അങ്ങ് മുടക്കിയത്
എന്നുള്ള ഒരു സിമ്പിൾ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കാത്ത എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അതിന് ക്യാപ്റ്റനാണോ കാരണഭൂതനാണോ അതോ മറ്റു വല്ലവർക്കും ആണോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ആരുടെ ദേഹം ഒന്ന് വിശ്രമിപ്പിക്കാനാണ് 11,000 രൂപ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പണത്തിൽ നിന്ന് മുടക്കിയതെന്നാ ചോദ്യം. ആ ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ പറയണ്ടേ, വ്യക്തമാക്കണ്ടേ, ഇന്ന ആൾക്ക് കിടക്കാനാണ് മേടിച്ചതെന്നൊക്കെ പറഞ്ഞാൽ മതി. ചതിച്ചോ ദൈവമേ. സംശയമുണ്ടെങ്കിൽ ആർക്കാണെന്ന് വ്യക്തമാക്കണമെന്ന് ഈ ചർച്ചയിൽ പറയുന്നത് പോലെയല്ലേ ചോദിക്കേണ്ടത്? വലിയ അല്ല, ഇത് അങ്ങനെ തന്നെയാണെന്നേ ചോദിക്കണേ. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റനും കാരണഭൂതനും കഴിഞ്ഞിട്ടേ വേറെ ഒരാളുള്ളൂ. അപ്പോ 1,11,000 രൂപയുടെ കട്ടിലിൽ വാസവം കിടന്നിട്ട് മുഖ്യമന്ത്രി കിടക്കുമെന്നൊന്നും വിശ്വസിക്കാനുള്ള വലിയ മനസ്കതയൊന്നും ഞങ്ങൾക്കില്ല. എന്തോ ആയിക്കോട്ടെ, അവരങ്ങ് പറഞ്ഞാൽ മതി. അത് ഗസ്റ്റ് ഹൗസിൽ ആരൊക്കെ താമസിക്കുന്നത്? സുപ്രീം കോടതി ജഡ്ജോ, മന്ത്രിമാരോ, അതുപോലെ MP മാരോ, കേന്ദ്രമന്ത്രിയോ, കേന്ദ്ര പ്രതിപക്ഷ നേതാവോ, രാഹുൽ ഗാന്ധിയോ, ആരും ഇവരാരും വന്നില്ലല്ലോ. ഇത് ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവല്ലേ? ദേവസ്വം ബോർഡ് വേറെ ഫണ്ടില്ലായിരുന്നു കുമാറേ. ആഗോള അയ്യപ്പ സംഗമത്തിന് മേടിച്ചതിന്റെ കണക്കാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ആർക്ക് കിടക്കാനാണ്? നന്നായിട്ട് അറിയായിരുന്നു ഈ ചോദ്യം. ഏത് ഗസ്റ്റ് ഹൗസിൽ ആരും താമസിക്കില്ല. അല്ല ഗസ്റ്റ് ഹൗസിലേക്കുള്ള മിസ്ലേനിയസ് സാധനം മേടിക്കാൻ വേണ്ടി മുടക്കിയ പണം അത് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് എത്രയോ ഇമേജുകൾ പ്രചരിപ്പിക്കുന്നു. അതാ നിന്റെ വിഷമം? അല്ല, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. അല്ല, അത് ചോദിക്കാവുന്നതാണ്, അത് ചോദിക്കുന്നതാണ്. പക്ഷേ ഗസ്റ്റ് ഹൗസ് നവീകരിക്കാൻ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഹെഡിൽ പണം വേണമെന്നൊക്കെ ആവശ്യപ്പെടരുത് കേട്ടോ. എന്നിട്ട് എന്തിയാ മറുപടി പറയാത്ത? അല്ല അണ്ണാക്കിലെ പിരിവെട്ടി ഇവിടെ ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു പ്രോപ്പർട്ടി മേടിച്ചാൽ അത് ദേവസ്വം ബോർഡിന്റെ സ്വത്താണ്. അത് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ചെലവാക്കണം. അത് അവിടെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തിയ പണം അതിന് ചെലവാക്കാമോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ. ആഗോള അയ്യപ്പ സംഗമവും ഈ ഗസ്റ്റ് ഹൗസ് നവീകരണവും തമ്മിൽ എന്താണ്? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കാര്യമാണ് ഇതൊക്കെ. ബാലിശമായിട്ടുള്ള വാദങ്ങൾ എല്ലാം ബാലിശമാണല്ലോ. കാണാതെ പോയതും അത് ആന്റണി 2 കോടി രൂപ മേടിച്ചുകൊണ്ട് പോയതും അത് വാർത്തയാക്കരുത്. അതൊരു മാധ്യമങ്ങൾക്കും ചർച്ചയാക്കരുത്. ഞാനൊരു ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തുമ്പോൾ പൊട്ടുന്നത് പോലെ ഇത് പൊട്ടിപ്പോയി. എന്റെ അവസരമാണല്ലോ, ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം. അതായത് തന്ത്രി 2 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ഇട്ടുവെന്നും ആ പണം ആന്റണി എടുത്തു എന്നുള്ള ഒരു ആരോപണം ഇന്ന് CPM ഉണ്ടോ ഇല്ലയോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അതൊക്കെ പൊതുസമൂഹത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. തന്ത്രി ഇട്ടു എന്നും അത് പലതവണ ആ സ്ഥാപനം റെയ്ഡ് ചെയ്ത വിജിലൻസിനും അതുപോലെ തന്നെ സ്പെഷ്യൽ അന്വേഷണ കമ്മീഷനും ഉണ്ട്. കണ്ടെത്തിയതാ. ഉദയഭാനും വാല് മുറിഞ്ഞ് ഓടിയ കാര്യ പറയുന്നത്. ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ. ഒരുമാതിരി ചാനൽ ചർച്ച പറയാം. വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. സംഭവിച്ചല്ലോ. ഞാൻ മറ്റൊരു തന്ത്രി ഇട്ടത് നിങ്ങൾക്ക് പറയാം മടയത്തരം. അത് ആങ്കർ കേൾക്കൂല. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലിശവും കള്ളത്തരമൊക്കെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളുടെ പ്രതിനിധികളാണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമില്ലെങ്കിൽ ഞാൻ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം തിരിച്ചു വാങ്ങി തരാൻ പറ്റുമോ? അഡ്വക്കേറ്റ് ആണെങ്കിൽ തെളിയിച്ചോ? ഉദയഭാൻ എന്ത് ആന്റണി പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞാൻ മേടിച്ചു തെളിയിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ തമ്മിലുള്ള കാര്യം. അത് KC വേണുഗോപാലായും ആ വിഷയത്തിൽ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രി പണം ഇട്ടിട്ടില്ല എന്ന് ഇവിടെ പ്രസ്താവിച്ച ഏജൻസി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് തന്നെയാണ്. ദേശീയ ED പറഞ്ഞതാണ്. തന്ത്രി ഇട്ട പൈസ ഏതോ കുന്നത്തുപറമ്പ് ഫിനാൻസിലാണ് എന്ന് ഇവരുടെ ഏജൻസി കണ്ടെത്തിയതാണ്. അത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉദയഭാനു ആ ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോയത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ.